1961 മെയ് 23 ഇറ്റലിയിലെ ടൂറിൻ നഗരം. അവിടെയുള്ള ജിയോസ അക്കില്ലി, ജിയോവന്നി എന്ന രണ്ട് സഹോദരന്മാർ. അവർ റേഡിയോ ഹാം ഓപ്പറേറ്റർമാരായിരുന്നു. അന്നേ ദിവസം അവരുടെ റേഡിയോ സിസ്റ്റത്തിനുള്ളിൽ നിന്ന് അജ്ഞാതമായി എന്തെങ്കിലും സന്ദേശം കേൾക്കുമോ എന്ന് കാതോർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ചില ശബ്ദതരംഗങ്ങൾ കണക്റ്റായി. ആ ശബ്ദതരംഗങ്ങളാണെങ്കിലോ ഒരു റഷ്യൻ സ്ത്രീയുടേതും. അവർ റഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ നിലവിളിക്കുകയായിരുന്നു, അതായത് ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നത് പോലെ. അങ്ങനെ അവർ അന്വേഷിച്ചു എന്താണ് ശരിക്കും നടക്കുന്നതെന്ന്. കാരണം 1000 കിലോമീറ്ററിന് മുകളിലായി ആകാശത്ത് നിന്ന് ഏതോ സ്ത്രീ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്നത് പോലെയുള്ളൊരു സന്ദേശം കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടുമല്ലോ. പക്ഷെ അവർ അന്വേഷിച്ചപ്പോൾ റഷ്യ ആ സമയത്ത് എങ്ങും തന്നെ ആരെയും ഈ പറയുന്ന ബഹിരാകാശത്തേക്ക് അയച്ചിട്ടില്ല. പിന്നെ ആരായിരുന്നു ആ ശബ്ദത്തിന് പിന്നിലുണ്ടായിരുന്ന ആ സ്ത്രീ? ആരായിരിക്കും ആകാശത്തിന്റെ ഏതോ ഒരു യാനത്തിനുള്ളിലിരുന്ന് ശ്വാസം മുട്ടി മരിക്കാൻ പോയത്? റഷ്യ ലോകത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച ആ ലോസ്റ്റ് കോസ്മോനറ്റ് രഹസ്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അന്ന് ആ ഇറ്റാലിയൻ സഹോദരന്മാർ റെക്കോർഡ് ചെയ്ത ആ റേഡിയോ സന്ദേശം പിന്നീട് ലോകമെമ്പാടും വലിയ കൊടുങ്കാറ്റായി മാറി. ആ സന്ദേശത്തിൽ ആ റഷ്യൻ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു: 5, 4, 3 എനിക്ക് ചൂട് അനുഭവപ്പെടുന്നു, ചൂട് കൂടുകയാണ്. 5 പേർ, 6 പേർ, ഇതാ ഞാൻ പുറത്ത് ഒരു വെളിച്ചം കാണുന്നു. എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, എനിക്ക് വണ്ടി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ തകരുകയാണ്, ഞങ്ങൾ തകരുകയാണ്. അതിനുശേഷം ഒരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം, പിന്നീട് ശാന്തമായ നിശബ്ദത. ഭൂമിയിലെ ഒരു ശാസ്ത്രജ്ഞർക്കും ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ പേടകത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ബഹിരാകാശ റേസിംഗിൽ അമേരിക്കയെ തോൽപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ പരീക്ഷണങ്ങൾ നടത്തുന്ന കാലമായിരുന്നു അത്. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തുന്നതിന് തൊട്ടു മുമ്പ് റഷ്യ നിരവധി മനുഷ്യരെ രഹസ്യമായി ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നുവെന്നും, എന്നാൽ പരീക്ഷണം പരാജയപ്പെട്ടപ്പോൾ ലോകം അറിയാതിരിക്കാൻ റഷ്യ ആ തെളിവുകളെല്ലാം നശിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ഈ രണ്ട് ഇറ്റാലിയൻ സഹോദരന്മാർ ഇതൊന്നു മാത്രമല്ല റെക്കോർഡ് ചെയ്തത്. 1960 നവംബറിൽ ബഹിരാകാശത്ത് നിന്ന് ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം അവർ റെക്കോർഡ് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ആ ഹൃദയമെടുപ്പ് പതുക്കെയായി, ഒടുവിൽ പൂർണ്ണമായി നിലച്ചു. 1961 ഫെബ്രുവരിയിൽ ബഹിരാകാശത്ത് നിന്ന് ഒരു മനുഷ്യൻ സഹായത്തിനായി ഭ്രാന്തമായി നിലവിളിക്കുന്ന ശബ്ദവും അവർ റെക്കോർഡ് ചെയ്തിരുന്നു. ഇന്നും ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ഒന്നല്ല, 10ലധികം റഷ്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ ബഹിരാകാശത്ത് വെച്ച് നിയന്ത്രണം വിട്ട് വഴിതെറ്റി പോയിട്ടുണ്ട് എന്നാണ്. അവരുടെ പേടകങ്ങൾക്ക് ഭൂമിയിലേക്ക് തിരികെ വരാൻ കഴിയാതെ ആകാശത്തിന്റെ ഇരുണ്ട കോണുകളിലേക്ക് അത് പോയിരിക്കാം. ചിന്തിച്ചു നോക്കൂ, അനന്തമായ ആകാശത്തിന്റെ ഏതോ ഒരു മൂലയിൽ കട്ട പിടിച്ച മഞ്ഞിൽ വായുവോ വെളിച്ചമോ ഇല്ലാതെ ജീവനും കൊണ്ട് ബഹിരാകാശ പേടകത്തിനുള്ളിൽ ആകാശത്ത് ഒഴുകി നടക്കുന്ന ആ മനുഷ്യരുടെ അവസ്ഥ. ആകാശത്തേക്ക് നോക്കുമ്പോൾ നാം കാണുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഇന്നും അവരുടെ ശവപേടകങ്ങൾ കറങ്ങി നടക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അന്നേ ദിവസം രാത്രി ബഹിരാകാശത്ത് നിന്ന് കേട്ട ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? റഷ്യ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നത്? എന്തായാലും ഇത് ഇപ്പോഴും അറിയാ കഥകളായി തന്നെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തൂ.